ശ്രീ വട്ടിയൂർക്കാവ് അജിത്ത്, ഇനിയും കൂടുതൽ എടുത്തിയാട്ടങ്ങളും മണ്ടത്തരങ്ങളും കാണിച്ചാൽ ജയിൽവാസത്തിന് ദൈർഘ്യം നീളും എന്ന് രാഹുൽ ഈശ്വറിനോട് പോയി കാണുമ്പോൾ താങ്കൾ പറയണേ. രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ധീരനായിട്ട് അവിടെ പോയി നിരാഹാരം അനുഷ്ഠിച്ച് മെൻസ് കമ്മീഷന് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ. അതല്ലേ അദ്ദേഹം ചെയ്യുന്നത്. അത് അദ്ദേഹത്തിനെ എങ്ങനെ തെറ്റുകാരനാക്കും? പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് അതിലോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം കളയരുത്. മനസ്സിലായി പ്രശാന്ത്. അല്ല പുള്ളിക്കാരൻ ചോദിക്കുന്ന ഗൗരവം കളഞ്ഞുകൊണ്ടുള്ളതാണല്ലോ. ഇതിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഇര എന്നും അതിജീവിത എന്ന് പറയുന്നവര് ഒരു നുണ പരിശോധനയ്ക്ക് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭരണകൂടം അതിനു വേണ്ടി പോട്ടെ. ഒരു നിമിഷം കൊണ്ട് പരിപാടി കഴിയില്ലേ? വേർപ്പല്ലേ ഈ കോടികൾ പോകുന്നത്, അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള സ്റ്റേറ്റുകൾ പോകുന്നത്. ഒരു MLA പിടിക്കാൻ എത്ര ബുദ്ധിമുട്ടാണോ? അത് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അതൊക്കെ വിടുക. താങ്കൾ എന്റെ സംഘടനയ്ക്കകത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് ചർച്ചയിൽ കൊണ്ടുവന്നത്. നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചത് ഏത് കാര്യമാ? നമുക്ക് രാഹുൽ നിങ്ങളുടെയൊക്കെ മനോഗതി എന്താണ്, ഉദ്ദേശം എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടി സംഘടനയിലെ കാര്യം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എന്തായാലും അങ്ങേക്ക് നല്ല ബുദ്ധി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.